അതായത് നമ്മുടെ നാട്ടിലെ സംവിധാനം വെച്ച് ബഹുമാനപ്പെട്ട കോടതി ശ്രീ മുകേഷ് നായർക്ക് വളരെ അനുകൂലമായ ഒരു വിധി കൊടുക്കുകയും സാധാരണ കാര്യത്തിൽ നിന്ന് വിഭിന്നമായി, പൊതുവേ ഈ പോക്സോ കേസുകളിൽ മുൻകൂർ ജാമ്യം അത്ര എളുപ്പം കൊടുക്കാറില്ല, ഇദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം കൊടുക്കുകയും ആ വിധിന്യായത്തിന്റെ ഭാഗമായി കോടതി വിധിയുടെ ഒരു ഉദ്ധരണിയായി കോർട്ടായി പ്രൈമാ ഫേസി പ്രഥമ ദൃഷ്ടിയ വ്യാജമായിട്ടാണ് ഇദ്ദേഹത്തെ അടക്കമുള്ള വ്യക്തികളെ ഈ കേസിലേക്ക് വലിച്ചഴിച്ചതെന്ന് പറഞ്ഞു. പുള്ളി ചെയ്ത എന്താണെന്നും കൂടെ പുള്ളി പറയാം, അത് പറഞ്ഞിരിക്കണം. അതായത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പുള്ളി ഒരു ആൽബത്തിൽ പോയി അഭിനയിച്ചു. അതിലൊരു പെൺകുട്ടി അഭിനയിച്ചിരുന്നു. ആ കുട്ടിയുടെ കൂടെ ഫുൾ ടൈം അമ്മയും ഉണ്ടായിരുന്നു. ഈ യാതൊരു പ്രശ്നവുമില്ല, എല്ലാവരും സന്തോഷത്തോടെ പോയി. 2 മാസത്തിന് ശേഷം ശ്രീ മുകേഷിനോട് വിളിച്ച് ആ പെൺകുട്ടി കുറച്ച് കാശ് വേണമെന്ന് പറഞ്ഞു. ആ കുട്ടിയുടെ അച്ഛൻ എന്തോ വയ്യാതിരിക്കുകയാണ്, സ്വാഭാവികമാണ്. പക്ഷേ ഇദ്ദേഹം അത് കൊടുത്തില്ല. ഇദ്ദേഹം ശരിയാണോ തെറ്റാണോ എന്നറിയില്ല, പുള്ളി നോക്കട്ടെ എന്ന് പറഞ്ഞു. അടുത്ത ദിവസം ഈ കുട്ടി ഇദ്ദേഹത്തിനെതിരെ കൊണ്ടുപോയി കേസ് കൊടുത്തു. മുകേഷിന്റെ ഭാഗ്യത്തിന് ആ കുട്ടി വോയിസ് നോട്ടായിട്ടാണ് ചോദിച്ചത്. അതായത് വോയിസ് നോട്ടായിട്ട് കാശ് ആണ് ചോദിച്ചത്. അതടക്കം കോടതിയിൽ സമർപ്പിച്ചു. അപ്പോൾ ഈ വ്യാജ കേസുകളുടെ പേരിൽ എങ്ങനെയാണ് നമ്മൾ ആൾക്കാരെ മാറ്റി നിർത്തുക? ബഹുമാനപ്പെട്ട മന്ത്രി അടക്കം ചെയ്യുന്നുണ്ട്. ഞാനിനിയും മുകേഷിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു വരി കൂടി സ്വാഭാവികമായി എനിക്ക് തോന്നിയൊരു സംശയമാണ്. അതായത് ഞാൻ വളരെ മതസൗഹാർദ്ദവാദിയാണ്, ജാതി മതങ്ങളുടെ എല്ലാം പരിപാടിക്ക് പോകുന്ന വ്യക്തിയാണ്, എല്ലാവരെയും കഴിയുന്നത്ര ഒരുമിച്ച് നിർത്തി പോകുന്ന വ്യക്തിയാണ്. എന്നോട് ആലങ്കാരികമായ രാഹുൽ ഈശ്വർ സുഖമാണോ എന്ന് ചോദിച്ചാൽ അയ്യപ്പനും ബാബരും വെളുത്തയും സുഖമാണ് എന്ന് പറഞ്ഞിട്ട് സുഖമെന്നാണ്. അപ്പോൾ എല്ലാവരുടെയും ഐക്യത്തിൽ പോകുന്ന വ്യക്തിയാണ്. പക്ഷേ സ്വാഭാവികമായി ഞാനെന്ന വ്യക്തിക്ക് തോന്നിയൊരു വേദനയായിട്ട് ചോദിക്കുകയാണ്. ആരെയും മോശമായിട്ട് പറയാനല്ല, ഏതെങ്കിലും ഒരു ജാതിയുടെയോ അല്ലെങ്കിൽ മതത്തിൻ്റെയോ ഇത് പറയാനല്ല. വേടൻ, അതായത് വേടൻ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ കേസ് വന്നപ്പോൾ അദ്ദേഹം ആ കഞ്ചാവ് ഉപയോഗിച്ചു എന്ന് ബഹുമാനപ്പെട്ട കോടതിയിലും മറ്റും തെളിയുകയുണ്ടായി. എന്നിട്ട് പോലും ഇടതുപക്ഷ ഗവൺമെന്റ് വേടനെ ചേർത്ത് പിടിക്കുകയുണ്ടായി. അത് നല്ല കാര്യമാണ്, അങ്ങനെ തന്നെ ചെയ്യണം. ഞാനൊക്കെ എന്നാൽ കഴിയുന്ന വിധം വേടനെ സപ്പോർട്ട് ചെയ്യുകയാണ് മാധ്യമങ്ങളിൽ വന്നത്. ശശികല ടീച്ചർ അടക്കം വേടനെ കഞ്ചാവോളി എന്ന് വിളിച്ചത് അപലപനീയമാണെന്നും അത് പിൻവലിക്കണമെന്നും ഒക്കെ ശക്തമായ നിലപാടെടുത്തൊരു വ്യക്തി കൂടിയാണ് ഞാൻ. വേടനടക്കം കേസിൽ പ്രതിയാണെന്ന് കണ്ട് കേസ് സത്യമാണെന്ന് തെളിഞ്ഞ് ആ വേടന് പോലും വീണ്ടും വേദി കൊടുത്ത് ബഹുമാനപ്പെട്ട കേരള സർക്കാർ ചേർത്ത് പിടിക്കുമ്പോൾ മുകേഷ് നായരെ മനഃപൂർവ്വം ചവിട്ടി അകറ്റുന്നതിന്റെ റീസൺ എന്താണ് എന്ന് സ്വാഭാവികമായൊരു ചോദ്യം വരില്ലേ? അതായത് മുകേഷ് നായർ കുറ്റം ചെയ്തു എന്ന് കോടതി പറഞ്ഞിട്ടില്ല, നേരെ മറിച്ച് നിരപരാധിയാണ് എന്ന തരത്തിലാണ് കോടതി പരാമർശിച്ചിരിക്കുന്നത്. മുൻകൂർ ജാമ്യം കൊടുത്തിരിക്കുന്നു. വേടന് തീർച്ചയായിട്ടും അനുകൂലമായി വേടന് വേദി കൊടുക്കുന്നു, വേടന് ഹീറോ ആക്കുന്നു. അങ്ങനെ ആക്കണം. വേടൻ ഒരുപാട് നമ്മുടെ പിന്നോക്ക സമൂഹങ്ങളുടെ ഒക്കെ കാര്യങ്ങൾ വോയിസ് ചെയ്തിട്ടുള്ള ആളാണ്. വേടനോട് ബഹുമാനമാണ്, ആദരവാണ്, രാഷ്ട്രീയമായ എതിരഭിപ്രായം ഉണ്ടെങ്കിലും. പക്ഷെ വേടനെ ചേർത്ത് പിടിക്കുകയും മുകേഷ് നായരെ തെള്ളി അകറ്റുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിന് സ്വാഭാവികമായ ചോദ്യങ്ങൾ ഉണ്ടാകില്ല. അപ്പോൾ നിരപരാധിയായ, അതിനെക്കുറിച്ച് കൂടുതൽ പറയണമെന്നുണ്ട്, നിങ്ങളുടെ ചോദ്യങ്ങൾ കൂടെ ഭാഗമായി പറയാം. ഇവിടെ യഥാർത്ഥത്തിൽ ഈ പ്രസ് മീറ്റ് വിളിക്കാനുള്ള അടിസ്ഥാന കാരണം തന്നെ കോടതി നിരപരാധിയാണെന്ന് സൂചിപ്പിക്കുന്ന, കോടതി മുൻകൂർ ജാമ്യം കൊടുക്കുന്ന, കോടതിയുടെ ഭാഗത്തു നിന്ന് ശക്തമായ ആനുകൂല്യം കിട്ടുന്ന ഒരു വ്യക്തിയെ പ്രവേശനോത്സവത്തിന് വിളിച്ചതിൽ ഒരു മന്ത്രി അന്വേഷണം ഉത്തരവിടുകയും ഇനി അവിടുത്തെ ഏതെങ്കിലും ടീച്ചർമാർക്കെതിരെ ആക്ഷൻ ഉണ്ടാകും, ആരെങ്കിലും ഒക്കെ സസ്പെൻഡ് ചെയ്യും. എന്തിനാണ്? ആരോടെങ്കിലും പുറത്ത് കലി തീർക്കുകയാണ്. ഒന്ന് ആലോചിച്ചു. പുള്ളി ഒരു സംഘടനയുടെ JCA വളരെ അറിയപ്പെടുന്ന ഒരു സംഘടനയാണ്. സ്കൂളുമായിട്ട് സഹകരിച്ച് അവിടെ പരിപാടി നടത്തിയത്. JCA വിളിച്ചു, സ്കൂളിന്റെ ആൾക്കാരെ വിളിച്ചു. നമ്മൾ ഈ ആൾക്കാരെ എങ്ങനെങ്കിലും രീതിയിൽ കരിവാരി തേക്കുകയും അകറ്റി നിർത്തുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. മുകേഷിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീട്ടിൽ 2 മക്കളുണ്ട്, മുകേഷിന്റെ വീട്ടിലും 10-15 വയസ്സുള്ള ഒരു മകളുണ്ട്. നമുക്ക് എല്ലാ വീട്ടിലും കുഞ്ഞുകുട്ടിയും പ്രാരാബ്ദങ്ങളും ഉള്ളവരാണ്. പക്ഷേ നാളെ എനിക്കെതിരെ ഒരു കേസ് വന്നാൽ ഇത് തന്നെയാണ് പ്രശ്നം. അതായത് എനിക്ക് 2 മക്കളുണ്ട്, കണ്ടോ, ഇവൻ പോക്സോ കേസിലെ പ്രതിയാണ്. ആ കേസ് വ്യാജമാണ്, എല്ലാവരും കണ്ടാൽ. നീ നിങ്ങളുടെ ചാനലുകളെ വെച്ച് പറയുകയാണെങ്കിൽ ഒരു പ്രമുഖമായ ചാനൽ ഇതേപോലെ, ഞാൻ വളച്ചു കിട്ടി പറയണ്ട, തുറന്നു തന്നെ പറയാം, റിപ്പോർട്ടർ ചാനലിലെ ഡോക്ടർ അരുൺകുമാറിനെതിരെ ഇതേപോലെ വ്യാജ കേസല്ലേ വന്നത്. അരുൺ ആ പെൺകുട്ടിയെ കണ്ടിട്ട് പോലുമില്ല. വേറൊരു വ്യക്തി ആ പെൺകുട്ടിയോട് സംസാരിച്ചതിനെ കുറിച്ച് പരാമർശിച്ചത് ഡോക്ടർ അരുൺകുമാർ, പോക്സോ കേസിലെ 1-ാം പ്രതി. ഈ പോക്സോ ഒക്കെ എത്രമാത്രം മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് തന്നെയാണ് കുട്ടികൾ ജയന്തന്റെ കാര്യത്തിൽ സംഭവിച്ചത്. 6.5 മാസം പുള്ളി ഒളിവിൽ കഴിഞ്ഞു. 6.5 മാസം. 2 പ്രധാനപ്പെട്ട സിനിമയിലെ അവസരങ്ങൾ പുള്ളിക്ക് നഷ്ടമായി. 10-15 ലക്ഷം രൂപ നഷ്ടമായി. നമ്മൾ പറയുന്നത് തമാശയല്ല, ഒരാളുടെ ജീവിതത്തിലെ സമ്പാദത്തെ കുറിച്ചാണ്. 6.5 മാസം. അതിപ്പം അനുകൂലമായിട്ട് സുപ്രീം കോടതി അതിന് ഉത്തരവ് കൊടുത്തു. സുപ്രീം കോടതി അനുകൂലമായി. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.